Hello everyone, once again welcome to Aifer Education and to UGC NET Psychology classes. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ Aifer Educationലേക്ക് സ്വാഗതം. നമ്മളെ എക്സാമിൻ്റെ അതായത് ഡിസംബർ 2023 ടേമിലെ എക്സാം എഴുതിയ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് ഇന്നലെ ഞാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിലപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. ബട്ട് മെജോറിറ്റി ഓഫ് ആളുകൾക്കും എന്താണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ദിസ് എക്സാം വർക്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറ്റാത്ത ആളുകൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ആവണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് മൂവ് ഓൺ എന്നുള്ളതാണ്. സോ എന്തായാലും സംടൈംസ് യു വിൻ ആൻഡ് സംടൈംസ് യു ലേൺ എന്നാണ്. എക്സാമിൻ്റെ കാര്യത്തിൽ, എസ്പെഷ്യലി നെറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ ആ ഒരു ടേം എന്താണ് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഓരോ തവണ എക്സാം എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ ഡിസ്ക്വാളിഫൈ ആവുന്ന സമയത്തും നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ നമ്മളെ തൊട്ട് മുന്നത്തെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടത്, ഇതുപോലെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇഫ് യു കുഡൻ ക്വാളിഫൈ ദിസ് ടൈം, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വെർ ഓൾ ദ പ്ലേസസ് ദാറ്റ് യു ഹാവ് ഫെയിൽഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കിട്ടുന്നവരെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ് എക്സാമിൻ്റെ ഒരു തിങ് എന്ന് പറയുന്നത്. സോ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തവണ കിട്ടിയില്ല, നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ട്രൈ ചെയ്യുന്നത് നിർത്തരുത് എന്ന് ഞാൻ ആദ്യമേ എന്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. സോ വെൽക്കം അഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പല രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സൈക്കോളജീൻ്റെ തന്നെ അണ്ടറിലുള്ള സബ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമ്മൾ ലാസ്റ്റിലത്തെ 2 സെഷൻസിലും ലൈവ് സെഷൻസിലും ചെയ്തിരുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയയിലുള്ള നോളജ് പാരഡൈംസിനെ കുറിച്ച്, അതുപോലെ തന്നെ യോഗ, ബുദ്ധിസം പോലെയുള്ള കൺസെപ്റ്റുകളെ കുറിച്ച്, നോബൽ ട്രൂത്ത്സ് ഒക്കെ കാര്യമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ഒരു ലൈവിൽ ആസ് യു ക്യാൻ സീ ഇൻ ദ ഇമേജ്, അതായത് ഈ ലൈവിൻ്റെ തമ്പനയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ യു നോ ദാറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അറ്റൻഷൻ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന നമ്മളുടെ മൊഡ്യൂളിൽ നിന്നുള്ള അതിൻ്റെ അറ്റൻഷൻ്റെ മോഡൽസ് ആണ് നമ്മളിപ്പം ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ 2 ലൈവ് ക്ലാസ്സുകളിലായിട്ട് ഏകദേശം ഫെബ്രുവരി 10th വരെയുള്ള നിങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ എൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറ്റൻഷൻ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ എല്ലാ മൊഡ്യൂളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഡിഗ്രി ലെവൽ മുതൽ പഠിച്ചു തുടങ്ങുന്ന, ഡിഗ്രിയിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം അറ്റൻഷൻ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോ നമ്മൾ അത്രയും തവണ കേട്ടിട്ടുള്ള കുറേ തിയറീസും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം ഈസി ആയിട്ട് തോന്നാം. എന്ന് വിചാരിച്ച് ബാക്കിയുള്ള മൊഡ്യൂളിനേക്കാൾ ഭയങ്കര ഈസി ആണെന്നല്ല, ഇതിലും കുറച്ച് എന്തുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള അഥവാ നമുക്ക് അത്യാവശ്യം ഡീപ്പ് റീഡിങ് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റുകളും തിയറീസും ഒക്കെ ഉണ്ട്. സോ അറ്റൻഷൻ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു ഇമേജ് കാണിച്ചു തരാം. ഇതിൽ നിങ്ങളൊരു ക്യാറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറാം. സോ ഫൈൻഡ് എ ക്യാറ്റ് അമംഗ് ദ പിജിയൻസ്. ഈ പിജിയൻസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ക്യാറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം എവിടെയാണെന്നുള്ളത്. ഫസ്റ്റ് റോയിലാണോ, അല്ലെങ്കിൽ ഫ്രം ദ ബോട്ടം സെക്കൻഡ് റോയിലാണോ ക്യാറ്റ്, അല്ലെങ്കിൽ തേർഡ് റോയിലാണോ ക്യാറ്റ്. സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് എ ക്യാറ്റ്, ജസ്റ്റ് ടെൽ മീ വേർ ഇറ്റ് ഈസ്. ഒരുപാട് സമയമില്ല, ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ കിങ് പറഞ്ഞിരിക്കുന്നത് ബോട്ടം ഫോർ ലാസ്റ്റ് എന്ന്. ഓക്കെ ഫൈൻ, ഓക്കെ 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 സെറ്റ്, ഫൈൻ. നമുക്ക് നോക്കാം ക്യാറ്റ് എവിടെയുള്ളത് നോക്കാം. ക്യാറ്റ് ഇവിടെ തന്നെയാണുള്ളത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് ലാസ്റ്റിൽ നിന്ന്, അതായത്
ബോട്ടം ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ റോയിലായിട്ടാണ് എന്ത് ചെയ്തത് ക്യാറ്റ് ഉള്ളത്. നമുക്ക് ക്യാറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇമേജസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫൈൻഡ് ദ ക്യാറ്റ്, ഫൈൻഡ് ദ ഫ്രോഗ്, ഫൈൻഡ് ദ ടൈഗർ, അല്ലെങ്കിൽ ഇതിനിടയിൽ പാമ്പിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനത്തെ കുറേ ഇമേജസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ട്രിവിയാസും സംഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, ലൈക്ക് എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ഞാനിത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഇത്രയും പിജിയൻസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ക്യാറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു സംഭവം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഒരുപാട് എന്തുണ്ട്, സ്റ്റിമുലസുകളുണ്ട്. ആ സ്റ്റിമുലസുകൾക്കിടയിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ക്യാറ്റിനെയാണ്. ഓക്കെ, ഈ ക്യാറ്റിനെ നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ മൊത്തം ഒഴിവാക്കി ലൈക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാറ്റിനെ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ദിസ് പ്രോസസ് ഓഫ് അറ്റൻഷൻ വർക്ക്സ്. ഓക്കെ, അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സിംപ്ലി പറയുകയാണെങ്കിൽ അങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അറ്റൻഷൻ ഈസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് selectively concentrating on one aspect of the environment while ignoring other things എന്നുള്ളതാണ്. അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കൊഗ്നിഷൻ്റെ ഭാഗമായിട്ടുള്ള ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ പെട്ട ഒരു ഡൊമൈനാണ്. അതായത് ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് എന്ത് അറ്റൻഷൻ എന്ന് പറയുന്നത്. എന്ത് ടൈപ്പ് ഓഫ് പ്രോസസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ്ലി കോൺസെൻട്രേറ്റിംഗ്, നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഓൺ വൺ ആസ്പെക്ട് ഓഫ് ദ എൻവയൺമെൻറ്റ്. അതായത് നമ്മളെ ചുറ്റിലുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് ഒരൊറ്റ കാര്യത്തിനെ മാത്രം നിങ്ങൾ സെലക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മറ്റുള്ളതിനൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കാര്യത്തിനെ മാത്രം സെലക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഷൻ എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ അറ്റൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, അറ്റൻഷൻ പ്രോസസ്സ് എങ്ങനെയാണ് സെൻസേഷനുമായി കണക്റ്റഡ് ആയിരിക്കുന്നത്, പെർസെപ്ഷനുമായി കണക്റ്റഡ് ആയിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പല തരത്തിലുള്ള തിയറീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് സ്വാഭാവികമായിട്ട് സൈക്കോളജിയിൽ നിങ്ങൾ ഏതൊരു കൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് ഉണ്ടാകും. അതുപോലെ തന്നെ അറ്റൻഷൻ്റെ കാര്യത്തിലും കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ ആ തിയറീസിൽ മേജറായിട്ടുള്ള 2-3 തിയറീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ബ്രോഡ്ബെൻഡിൻ്റെ ഫിൽട്ടർ തിയറിയാണ്. ഡൊണാൾഡ് ബ്രോഡ്ബെൻഡിൻ്റെ ഫിൽട്ടർ തിയറി 1958 ബ്രോഡ്ബെൻഡ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ തിയറി നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രോഡ്ബെൻഡിൻ്റെ മോഡലിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഈ കാണുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡഡ് മെസ്സേജ് ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅറ്റൻഡഡ് മെസ്സേജസ് ആണ്. അറ്റൻഡഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്റ്റീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ സെലക്റ്റീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെസ്സേജിനെയാണ് നമ്മൾ അറ്റൻഡഡ് മെസ്സേജ് എന്ന് പറയുക. അറ്റ് ദ സെയിം ടൈം ബി എന്താണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅറ്റൻഡഡ് മെസ്സേജസ് ആണ്. നിങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് കോൺഷ്യസ്ലി അറ്റൻഷൻ കൊടുക്കാത്ത മെസ്സേജുകളാണ് അൺഅറ്റൻഡഡ് മെസ്സേജസ് എന്നുള്ളത്. ഇത് രണ്ടും നേരെ പോയി വീഴുന്നത് എവിടത്തേക്കാണ്, സെൻസറി സ്റ്റോറിലേക്കാണ്, സെൻസറി രജിസ്റ്ററിലേക്കാണ്. ഓക്കെ, സെൻസറി സ്റ്റോർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെൻസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിലാണെങ്കിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്, റെറ്റിന പോലെയുള്ള, അതുപോലെ തന്നെ ഓർഗൻസ്, സബ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സെൻസറി ഓർഗനുമായി ബന്ധപ്പെട്ടും സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സെൻസറി റിസപ്റ്റേഴ്സിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, സെൻസറി സ്റ്റോറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അറ്റൻഷൻ കൊടുത്തതും കൊടുക്കാത്തതായിട്ടുള്ളതൊക്കെ സെൻസറി രജിസ്റ്ററിലേക്ക് അഥവാ സെൻസറി സ്റ്റോറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഈ 2 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, സെലക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. ബ്രോഡ്ബെൻഡിൻ്റെ തിയറിയാണ് പറയുന്നത്. സോ സെൻസറി സ്റ്റോറിൽ എത്തുന്ന അറ്റൻഡഡും അൺഅറ്റൻഡഡുമായിട്ടുള്ള എല്ലാ മെസ്സേജുകളും സെലക്റ്റീവ് ഫിൽട്ടറിലേക്ക് പോകുന്നു. സെലക്റ്റീവ് ഫിൽട്ടറിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഫിൽട്ടേഴ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ആ ഒരു മെസ്സേജുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ, അതിൻ്റെ ഷേപ്പിനെ, അതിൻ്റെ സ്ട്രക്ചറിനെ, അതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൗണ്ട് ഷേപ്ഡ്. അപ്പോൾ നമ്മളങ്ങനെ പറയില്ല, അതായത് ഫിസിക്കലി നമുക്ക് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളുടെ ഈ മെസ്സേജുകളുടെ ഫിൽട്ടറേഷൻ സെലക്റ്റീവ് ഫിൽട്ടറിൽ വെച്ച് നടക്കുന്നു. അവിടെ വെച്ച് നടക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഫിൽട്ടറിംഗ് ആണ്.
ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഫിൽറ്ററിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് ഓൺലി അറ്റൻഡഡ് മെസ്സേജുകൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, അറ്റൻഡഡ് ആയിട്ടുള്ള നിങ്ങൾ അറ്റൻഷൻ കൊടുത്തിരിക്കുന്ന മെസ്സേജുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്കും വർക്കിംഗ് മെമ്മറിയിലേക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത്. സോ ഇവിടെ ബ്രോഡ്ബാൻഡിൻ്റെ തിയറിയെ നമ്മൾ ഏർലി സെലക്ഷൻ മോഡൽ ഓഫ് അറ്റൻഷൻ എന്ന് കൂടി വിളിക്കും. കാരണം ഈ ഒരു ഫിൽറ്ററിങ് എന്താണ് ആദ്യമേ നടക്കുന്നത് കൊണ്ടാണ്. ഏർലി ഫിൽട്ടർ, ഏർലി സെലക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇതാണ് ബ്രോഡ്ബാൻഡിൻ്റെ മോഡലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങളുടെ സെൻസറി രജിസ്റ്ററിലെ സെൻസറി സ്റ്റോറിൽ ആദ്യം എത്തപ്പെടുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, സെലക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. ആ സെലക്റ്റീവ് ഫിൽട്ടറിൽ വെച്ചിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഫിൽട്ടർ ഔട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, എന്നിട്ടോ ആ ഫിൽട്ടർ ഔട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച്, ഷേപ്പിനനുസരിച്ച്, അതിൻ്റെ ഒരു പാറ്റേണിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റേജിലേക്ക് അറ്റൻഡഡ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രം പോകുന്നു. യു ക്യാൻ സീ റെഡ് കളറിലുള്ള ആ ഒരു ആരോസ് ഇങ്ങോട്ട് വരുന്നില്ല, ഓൺലി ഗ്രീൻ കളർ മാത്രമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രോഡ്ബാൻഡിൻ്റെ മോഡലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ കുറച്ച് കീ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെലക്റ്റീവ് ഫിൽട്ടറാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത്. ഓക്കെ, existence of a selective filter that processes information based on characteristics. അതായത് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഒരു കീ ഫാക്ടറാണ് എന്ത്, സെലക്റ്റീവ് ഫിൽട്ടർ എന്നുള്ളത്. സെലക്റ്റീവ് ഫിൽട്ടർ എന്ത് ചെയ്യുന്നു, ഒരു കാര്യത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. ദിസ് ഫിൽട്ടർ ഓൺലി allows only selected information to pass through the further processing. അഥവാ ആ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ആ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ ഫിൽട്രേഷൻ നടത്തിയിട്ട് വളരെ ഫിൽട്ടർ, നമ്മളിപ്പം ചായപ്പൊടിയിലേക്ക് അരിച്ചെടുക്കില്ല, ഫിൽട്ടർ ചെയ്തെടുക്കില്ല ഒരു ചായയിൽ, അതുപോലെ തന്നെ എന്താണ് അത്യാവശ്യം ഫിൽട്ടറേഷൻ നടന്നതിന് ശേഷം ബാക്കിയുള്ളത് എന്താണോ അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഓൺലി സെലക്റ്റഡ് ഇൻഫർമേഷൻ പാസ് ത്രൂ ദ ഫർദർ പ്രോസസ്സിംഗ് എന്നുള്ളതാണ് പറയുന്നതാണ് സെലക്റ്റീവ് ഫിൽട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലിമിറ്റഡ് കപ്പാസിറ്റി എന്നുള്ളത് അടുത്തൊരു കീ പോയിന്റ് ആണ് ബ്രോഡ്ബാൻഡിൻ്റെ തിയറിയിൽ. അതായത് ഈ ഫിൽട്ടറിന് ഒരുപാട് കപ്പാസിറ്റി ഒന്നുമില്ല. ദിസ് മീൻസ് ദാറ്റ് നോട്ട് ഓൾ ഇൻഫർമേഷൻ ദ എൻവയൺമെന്റ് ക്യാൻ ബി പ്രോസസ്ഡ് സൈമൾട്ടേനിയസ്ലി. അതായത് നിങ്ങൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് പാരലൽ ആയിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും എന്തിനില്ല, ഈ സെലക്റ്റീവ് ഫിൽട്ടറിന് ഇല്ല. ഓക്കെ, അപ്പം കുറച്ച് ഇൻഫർമേഷൻസ് ആണ് മേ ബി സംടൈംസ് യൂഷ്വലി 1 at a time എന്നുള്ള രീതിയിലാണ്, വളരെ ഫാസ്റ്റ് ആയിരിക്കും പ്രോസസ്സിങ്, ബട്ട് സ്റ്റിൽ 1 at a time എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു സെലക്റ്റീവ് ഫിൽട്ടറിനെ ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു പ്രധാനപ്പെട്ട 2 കീ പോയിന്റ്സ് ആയിട്ട് ബ്രോഡ്ബാൻഡിൻ്റെ തിയറിയിൽ പറയാനുള്ളത്. സോ ഒന്നുകൂടെ ഞാൻ ഇമേജ് പറഞ്ഞുതരാം ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട്. നമ്മളെല്ലാ ഇൻഫർമേഷൻസും സെൻസറി രജിസ്റ്ററിൽ എത്തുന്നു. സെൻസറി രജിസ്റ്ററിൽ എത്തിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സെലക്റ്റീവ് ഫിൽട്ടറിലേക്ക് പോകുന്നു. സെലക്റ്റീവ് ഫിൽട്ടറിൽ നിന്നും ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ ഫിസിക്കലി ഒരു ഫിൽട്രേഷൻ നടന്നിട്ട് ബാക്കിയുള്ള അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം അടുത്ത ലെവൽസിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഹയർ ലെവൽ പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. ദാറ്റ് ഈസ് ബ്രോഡ്ബാൻഡ്സ് മോഡൽ. ഇനി അടുത്ത മോഡലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ അറ്റൻഷൻ്റെ പല മോഡൽസുമായിട്ട് എസ്പെഷ്യലി ആൻട്രീസ്മാൻ്റെ മോഡലൊക്കെ ആയിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്താണ്? കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു ഭയങ്കര തിരക്കുള്ള വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വിവാഹ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ നിങ്ങളെ പേര് വിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ പേര് നബീൽ എന്നാണ്. അപ്പം നബീൽ എന്ന് വിളിക്കുന്ന സമയത്ത് അത് എത്ര നോയ്സി എൻവയോൺമെൻ്റ് ആണെങ്കിലും എനിക്കത് പെട്ടെന്ന് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെനിക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് വൺ എക്സാമ്പിൾ. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് നിന്നിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ സംസാരം നിങ്ങൾക്ക്, കോൺവെർസേഷൻ നിങ്ങൾക്ക് ഒളിഞ്ഞ് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റാൻഡമായിട്ട് നിരവധി തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അവർ പറയുന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു ക്യാമറ സൂം ചെയ്തിട്ട് ഒരു ഇമേജ് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കോൺവെർസേഷൻസിനെ കേൾക്കാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് വാട്ട് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് ഈസ്. ഓക്കെ, ഇതാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്നുള്ളത്. അതായത് ഇത് കോളിൻ ചെറിയാണ് 1953 ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വേ ബിഫോർ ബ്രോഡ്ബാൻഡ് തിയറി. ഓക്കെ, ഇയേഴ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക.
is a remarkable ability of the human brain to focus on a single conversation amid a cacophony of surrounding sounds എന്നാണ്. സറൗണ്ടിങ് സൗണ്ട്സിൻ്റെ ഒരു കുമ്പാരം അല്ലെങ്കിൽ ഒരു കാസഫോണി തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ എന്തുണ്ട്, ഒരു സിംഗിൾ കോൺവെർസേഷനിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദങ്ങളിൽ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ അബിലിറ്റിയാണ് എന്ത് ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫിൽട്ടറേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ അറ്റൻഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം എന്താ, അത്രയും ശബ്ദങ്ങൾക്കിടയിൽ ഫിൽട്ടറേഷൻ നടന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വിക്ക് ഫിൽട്ടറേഷൻ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ പേര് ഒരാൾ വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പുറത്തെ ആൾ സംസാരിക്കുന്ന ഇത്രയും നോയ്സിനിടയിൽ നിങ്ങൾക്ക് ശ്രദ്ധ അതിൽ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് യു ഹാവ് ടു ഫിൽട്ടർ ഔട്ട് ഓൾ അതർ സറൗണ്ടിങ് സൗണ്ട്സ് ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദ തിങ് ഈസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോവാം. ആൻട്രീസ്മാൻസ് അറ്റനുവേഷൻ തിയറി. ആൻട്രീസ്മാൻ്റെ അറ്റനുവേഷൻ തിയറിയാണ് അടുത്ത ഒരു തിയറി ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഏകദേശം ബ്രോഡ്ബെൻഡിൻ്റെ തിയറി വന്നിട്ട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആൻട്രീസ്മാൻ ഒരു തിയറി കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രെറ്റി മച്ച് അഗെയിൻസ്റ്റ് ബ്രോഡ്ബെൻഡ്സ് കൺസെപ്റ്റ്. ബ്രോഡ്ബെൻഡിൻ്റെ തിയറി അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ആൻട്രീസ്മാൻ ഒരു തിയറി കൊണ്ടുവന്നത്. ഇതിങ്ങനെയല്ല ഈ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ നിങ്ങളെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഐ എം വാച്ചിങ് ഇറ്റ്സ് ഓൺ യൂട്യൂബ്, ഈ ഒരു ലൈവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീപ്ലേസ് ഒക്കെ തരേണ്ടത് തരും. ഓക്കെ, സോ ആൻട്രീസ്മാൻസ് അറ്റനുവേഷൻ മോഡലിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് നോക്കാം. ഇവിടെ സെൻസറി ഇൻപുട്ട്, അതായത് നിങ്ങൾക്ക് കേൾക്കുന്നതും കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സെൻസറി ബഫറിലേക്ക്, നേരത്തെ പറഞ്ഞ സെൻസറി രജിസ്റ്റർ ഇല്ലേ, സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ് സെൻസറി ബഫർ. ഓക്കെ, അതായത് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എത്തപ്പെടുന്ന സ്ഥലമാണ് സെൻസറി ബഫർ. ആ സെൻസറി ബഫറിൽ നിന്നും എല്ലാ ടൈപ്പ് ഇൻഫർമേഷൻസും, അറ്റൻഡഡും അൺഅറ്റൻഡഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, അറ്റനുവേറ്റർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തപ്പെടുന്നു, ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ സെലക്റ്റീവ് ഫിൽട്ടർ ഇല്ല, ഇവിടെ ഉള്ളത് അറ്റനുവേറ്റർ ആണ്. ഓക്കെ, ആ അറ്റനുവേറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു, സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം, അതിൻ്റെ മീനിങ്സ് ഒക്കെ എക്സ്ട്രാക്റ്റഡ് ആയതിനു ശേഷം നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. ഇതാണ് ആൻട്രീസ്മാൻ്റെ തിയറി. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വ്യത്യാസം എന്നല്ലേ, നമുക്ക് കീ പോയിന്റ്സ് പറഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, കീ പോയിന്റ്സ് ഓഫ് തിയറി. അറ്റനുവേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ കീ ഫാക്ടർ ഓഫ് ദിസ് അറ്റനുവേഷൻ തിയറി ഓഫ് ആൻട്രീസ്മാൻ എന്ന് പറയുന്നത്. അതായത് റിഡക്ഷൻ ഇൻ ദ സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് അൺഅറ്റൻഡഡ് സ്റ്റിമുലൈ എന്നുള്ളതാണ്. നമ്മൾ അറ്റൻഡഡ് സ്റ്റിമുലയും അൺഅറ്റൻഡഡ് സ്റ്റിമുലയും നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. നമ്മൾ ശ്രദ്ധ കൊടുത്തതും കൊടുക്കാത്തതും അൺകോൺഷ്യസ്ലി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അറ്റൻഡഡ് ആൻഡ് അൺഅറ്റൻഡഡ്. ഓക്കെ, അപ്പോൾ ഈ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. നമ്മൾ ഫോണിൽ വോളിയം കുറയ്ക്കുന്നില്ലേ, അതായത് നല്ല ഹൈ വോളിയത്തിലുള്ള സംഭവം നമുക്ക് ചെറുങ്ങനെ കേട്ടാൽ മതി എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വോളിയം കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുന്നു, അതായത് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത അൺഅറ്റൻഡഡ് ആയിട്ടുള്ള മെസ്സേജുകളെ, ഇൻഫർമേഷൻസിനെ അതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ് അറ്റനുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റനുവേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഈസ്, ആ ഒരു അറ്റനുവേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് അൺഅറ്റൻഡഡ് സ്റ്റിമുലൈ. അൺഅറ്റൻഡഡ് സ്റ്റിമുലൈയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ് അറ്റനുവേറ്റർ ചെയ്യുന്നത്. വൈൽ അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽട്ടർ ഔട്ട്, ഇറ്റ് സ്ട്രെങ്ത് ഈസ് ഡിക്രീസ്ഡ് എന്നുള്ളതാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രോഡ്ബെൻഡ് തിയറി ആൻഡ് ആൻട്രീസ്മാൻ തിയറി, നമ്പർ 1 ഡിഫറൻസ് ഈസ്, അതായത് ബ്രോഡ്ബെൻഡ് പറഞ്ഞത് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹയർ പ്രോസസ്സിംഗിലേക്ക് തീരെ പോകുന്നില്ല എന്നായിരുന്നു. ബട്ട് ഇവിടെ ശ്രദ്ധിക്കുക, അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽട്ടർ ഔട്ട്, ദ സ്ട്രെങ്ത് ഈസ് ഡിക്രീസ്ഡ്. കംപ്ലീറ്റ്ലി അങ്ങ് ഫിൽട്ടർ ഔട്ട് ചെയ്യപ്പെടുന്നില്ല അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ, പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് അറ്റനുവേറ്ററിലൂടെ കുറയുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിലുള്ള ഒരു കൺസെപ്റ്റാണ് ത്രഷോൾഡ് എന്നുള്ളത്. സോ the threshold, the level of intensity required for a stimulus to be consciously perceived എന്നാണ്. നമ്മൾ പ്രോപ്പറായിട്ട് കോൺഷ്യസ് ആയിട്ട് ഒരു കാര്യം പെർസീവ് ചെയ്യണമെങ്കിൽ ആ പെർസീവ് ചെയ്യാൻ ആ സ്റ്റിമുലസ് എത്തപ്പെടേണ്ട ഒരു മിനിമം ലെവൽ ഓഫ്, അല്ലെങ്കിൽ ഒരു മിനിമം ലെവലുണ്ട്, ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ഉണ്ട്. അതിനെയാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സാഹചര്യത്തിൽ ഒരു സംഭവം കേൾക്കണമെങ്കിൽ ആ ഒരു സൗണ്ട് ഒരു മിനിമം ഡെസിബിൾ എത്തപ്പെടേണ്ടതുണ്ട്. ഓക്കെ, ആ ഡെസിബിൾ എത്തിപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് യുവർ ത്രഷോൾഡ് ഓഫ് സൗണ്ട് ഈസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ
the threshold represents the level of intensity required for stimulus to be consciously perceived എന്നാണ്. നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഒരു സംഭവത്തിനെ പെർസീവ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ത്രഷോൾഡ് ലെവലിനെയാണ് എന്ത് ചെയ്യുന്നത്, ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ആണ് ത്രഷോൾഡ് ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അറ്റന്വേഷൻ തിയറിയിൽ. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻപുട്ടിൽ 2 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസും എത്തുന്നു, അറ്റൻഡഡ് ആൻഡ് അൺഅറ്റൻഡഡ് എത്തുന്നു. അത് ഇൻപുട്ടിൽ നമ്മൾ റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻസറി രജിസ്റ്ററിലേക്ക്, സെൻസറി ബഫറിലേക്ക് പോകുന്നു. സെൻസറി ബഫറിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, അറ്റുനേറ്ററിലേക്ക് പോകുന്നു. അറ്റുനേറ്ററിൽ വെച്ചിട്ട് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഇതുണ്ടല്ലേ നമ്മൾ ട്യൂണിങ് പോലെ. സോ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഗോസ് ടു ദ അതർ സ്റ്റേജ് വിച്ച് ഈസ് ഷോർട്ട് ടൈം മെമ്മറി എന്നാണ്. ഒരു സ്ട്രെങ്ത് കുറഞ്ഞ വളരെ വീക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് മീനിങ് എക്സ്ട്രാക്ട് ചെയ്യും. സെമാൻറ്റിക് എക്സ്ട്രാക്ഷനാണ് നടക്കുന്നത്. നേരത്തെ ബ്രോഡ്ബാൻഡിൻ്റെ തിയറിയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമായിരുന്നു ഫിൽട്ടർ ചെയ്തതെങ്കിൽ ഇവിടെ മീനിങ്, സെമാൻറ്റിക് ഫിൽറ്ററിങ്ങും ഫിസിക്കൽ ഫിൽറ്ററിങ്ങും എല്ലാം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് 2 തിയറീസ്. ഓക്കെ, സോ ഈ മീനിങ് എക്സ്ട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് എന്താണ്, ബാക്കിയുള്ള മെസ്സേജസ് ആണ് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എത്തപ്പെടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് അറ്റുനേഷൻ തിയറി ഓഫ് ആൻഡ്രീസ്മാൻ 1970. ഓക്കെ, നെക്സ്റ്റ് തിയറിയാണ് ഡ്യൂഷ് ആൻഡ് ഡ്യൂഷ് ലൈറ്റ് സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ ബ്രോഡ്ബാൻഡ്സ് തിയറി ആൻഡ് അറ്റുനേഷൻ മോഡൽ. കാരണം ഇതെന്താണ് 1963 ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മേ ബി അറൌണ്ട് 5 years ആഫ്റ്റർ ബ്രോഡ്ബാൻഡ്സ് തിയറി ആൻഡ് 7 years ബിഫോർ അറ്റുനേഷൻ മോഡൽ. ഓക്കെ, സോ ഇത് ഇൻ ബിറ്റ്വീൻ വരുന്ന തിയറിയാണ് ഡ്യൂഷ് ആൻഡ് ഡ്യൂഷിന്റെ ലേറ്റ് സെലക്ഷൻ തിയറി. അതായത് സെലക്ഷൻ ഹാപ്പൻസ് വെരി ലേറ്റ് എന്നുള്ളതാണ് ലേറ്റ് സെലക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ലേറ്റ് സെലക്ഷൻ എന്ന് നമുക്ക് നോക്കാം. 1963 ഡിഷും രണ്ടാളും. ഓക്കെ, സോ ലേറ്റ് സെലക്ഷൻ മോഡൽ, അതായത് all information is selected for meaning analysis. After analyzing the meaning, the brain picks which are relevant focus on these എന്നുള്ളതാണ്. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും, all information, attended, unattended, whatever that is, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മീനിങ് അനാലിസിസിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഇവിടെ മീനിങ് അനാലിസിസ് ആണ് കേട്ടോ മെയിൻ. അതായത് സെമാൻറ്റിക് അനാലിസിസിലേക്ക് എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം മീനിങ്, ആ ഒരു സ്റ്റിമുലസിന്റെ മീനിങ് എന്താണോ അത് നോക്കി അത് അനലൈസ് ചെയ്തതിന് ശേഷം ബ്രെയിന് തന്നെ പിക്ക് ചെയ്യുന്നു വിച്ച് പാർട്സ് ആർ റിലവൻറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ദീസ് എന്നുള്ളതാണ്. ഏതാണ് റിലവൻറ്റ് എന്നുള്ളത് ബ്രെയിൻ എന്ത് ചെയ്യുന്നു, സെമാൻറ്റിക് മീനിങ് അനാലിസിസിന് ശേഷം തീരുമാനിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോകുന്നു. ഓക്കെ, so you will process the meaning of the information first. ആദ്യം ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻസറി ബഫറിന്ന് അത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, മീനിങ് അനലൈസ് ചെയ്യുന്നതിലേക്കാണ്. ഫിൽട്രേഷൻ ഔട്ടിലേക്കോ അല്ലെങ്കിൽ ഫിൽറ്ററിലേക്കോ അറ്റനേറ്ററിലേക്കോ ഒന്നുമല്ല, ആദ്യം മീനിങ് ആണ് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യപ്പെടുന്നത്. പ്രോസസ് ദ മീനിങ് ഓഫ് ദ ഇൻഫർമേഷൻ ഫസ്റ്റ്, ദെൻ യു വിൽ ഡിസൈഡ് ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു മീനിങ് അനാലിസിസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഇഫ് ഇറ്റ് ഈസ് യു വിൽ പിക്ക് ദ പാർട്ട് ദാറ്റ് ആർ റിലവൻറ്റ് ആൻഡ് സ്റ്റോർ ദം ഇൻ ദ ഷോർട്ട് ടൈം മെമ്മറി. അതായത് മീനിങ് അനാലിസിസിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് ഡിഷ് ആൻഡ് ഡിഷസ് തിയറീസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഷ് ആൻഡ് ഡിഷിൻ്റെ കാര്യത്തിൽ സെലക്ഷൻ ലേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം മീനിങ് അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ, ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ദാറ്റ് ഇറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ലേറ്റ് സെലക്ഷൻ മോഡൽ. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 അറ്റൻഷൻ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിഷിൻ്റെ നമുക്ക് പറയാം. ഓൾ സ്റ്റിമുലൈ ആർ പ്രോസസ്ഡ് ഫുള്ളി റിഗാർഡ്ലെസ് ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ്. നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രശ്നമില്ല. ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, സ്റ്റിൽ പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് സെലക്ഷൻ ഹാപ്പൻസ് ലേറ്റ് ബേസ്ഡ് ഓൺ റിലവൻസ് എന്നുള്ളതാണ്. എത്രത്തോളം റിലവൻ്റ് ആണ് നമുക്ക് ഓരോ ഇൻഫർമേഷൻ എന്നുള്ളതിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടക്കുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറിയാണ് കേട്ടോ. ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറിയാണ് അടുത്തതായിട്ട് വരുന്നത്. സോ ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറിയും കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ്രീസ്മാനും
ആൻഡ്രീസ്മാൻ, അതായത് അറ്റൻഷൻ തിയറി കൊണ്ടുവന്നുള്ള അതേ ആൻഡ്രീസ്മാനും അദ്ദേഹത്തിന്റെ കൊളീഗായിട്ടുള്ള ഗാരി ഗലൈഡുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി 1980 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, 1980 കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഹൗ വി പെർസീവ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ഇൻ എ വിഷ്വൽ സീൻ. ഇവിടെ നിങ്ങളുടെ ഓഡിറ്ററി പെർസെപ്ഷനെ കുറിച്ച് പറയുന്നില്ല, ടാക്ടൈൽ പെർസെപ്ഷനെ കുറിച്ച് പറയുന്നില്ല, ഓക്കെ, ഓൾ ഫാക്ടറി സെൻസേഷനെ കുറിച്ച് പറയുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫീച്ചർ ഇൻ്റഗ്രേഷൻ പറയുന്നില്ല. ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി ഈസ് ഓൾ അബൌട്ട് വിഷ്വൽ പെർസെപ്ഷൻ. ഓക്കെ, വിഷ്വൽ സീനിൽ നമ്മൾ ഒരു വിഷ്വൽ സീനിനെ ഒരു കാറ് നിങ്ങൾ കാണുന്ന സമയത്ത് ആ കാർ ഒരു വിഷ്വലാണ്, ഒരു വിഷ്വൽ ഇമേജ് ആണ്. ആ വിഷ്വൽ ഇമേജിനെ നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ഇൻ ദ വിഷ്വൽ സീൻ. വിഷ്വൽ സീനിലുള്ള ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി നോക്കുന്നത്. ഇറ്റ് സജസ്റ്റസ് ദാറ്റ് അവർ ബ്രെയിൻ പ്രോസസ്സസ് ഫീച്ചേഴ്സ് ലൈക്ക് കളർ, ഷേപ്പ്, ഓറിയന്റേഷൻ ആൻഡ് ഒബ്ജക്ട്സ് ഇൻ 2 ഡിഫറെൻറ്റ് ഡിസ്റ്റിങ് സ്റ്റേജസ് എന്നുള്ളതാണ്. നമ്മളുടെ ബ്രെയിന് 2 ഡിഫറെൻറ്റ് സ്റ്റേജുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കളറ്, ഷേപ്പ്, അതുപോലെ തന്നെ ഓറിയന്റേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ 2 സ്റ്റേജുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈസി ആയിട്ടുള്ളൊരു തിയറിയാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തതാണ് പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് എന്നുള്ളത്. പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റൻഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള പ്രീ സ്റ്റേജ് ആണ് പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് ഓട്ടോമാറ്റിക് ആൻഡ് പാരലൽ. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കോൺഷ്യസ് അവയർനെസ്സും പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് നടക്കാൻ ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം മൾട്ടിപ്പിൾ ഫീച്ചേഴ്സിൻ്റെ അനാലിസിസ് പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ നടക്കും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് പാരലൽ ആൻഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ബേസിക് വിഷ്വൽ ഫീച്ചേഴ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷ്വൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, വളരെ ക്വിക്കായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എൻറ്റയർ വിഷ്വൽ ഫീൽഡിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരേ സമയം എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, പ്രോസസ്സ് ചെയ്യപ്പെടുന്നതാണ് എന്ത് ചെയ്യുന്നത്, പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ നടക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള വിഷ്വൽ ഫീച്ചേഴ്സ് മാത്രം കേട്ടോ. ബ്രെയിൻ ക്യാൻ പ്രോസസ് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് സൈമൾട്ടേനിയസ്ലി. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് പാരലൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫീച്ചർ മാപ്പുകളായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്താണ് ഫീച്ചർ മാപ്പ്? ഈച്ച് ഫീച്ചർ ഈസ് പ്രോസസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ സെപ്പറേറ്റ് ഫീച്ചർ മാപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ കളർ, ഒരു വിഷ്വൽ ഫീൽഡിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിൽ എന്താണ്, കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ചെയർ ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ വിഷ്വൽ ഫീൽഡിലുണ്ട്. വാട്ട് എവർ യു ക്യാൻ സീ അറ്റ് ദ മൊമെന്റ് ഇസ് യുവർ വിഷ്വൽ ഫീൽഡ്. അപ്പോൾ ഈ വിഷ്വൽ ഫീൽഡിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, ഷേപ്പുകളുണ്ട്. കളർ എന്നുള്ളത് ഒരു ഫീച്ചറാണ്, ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്, പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത് പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ഫീച്ചറുകളെയും ഓരോ ഫീച്ചർ മാപ്പുകളായിട്ട് പരസ്പരം ഡിപ്പെൻഡൻ്റ് ആവാത്ത രീതിയിൽ, ഓക്കെ, കളർ ഒരു ഫീച്ചർ മാപ്പ്, നിങ്ങളുടെ വിഷ്വൽ ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു കളേഴ്സ് ഉണ്ടല്ലോ, ആ കളേഴ്സ് ഒരു ഫീച്ചർ മാപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഷേപ്പ് ഒരു ഫീച്ചർ മാപ്പായിട്ട് എന്ത് ചെയ്യും, ഇത് സ്റ്റോർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക? ഇൻ ദ വിഷ്വൽ കോർട്ടെക്സ് എന്നുള്ളതാണ്. ഈച്ച് ഫീച്ചർ ഈസ് പ്രോസസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇൻ സെപ്പറേറ്റ് ഫീച്ചർ മാപ്സ് ഇൻ ദ വിഷ്വൽ കോർട്ടെക്സ്. വിഷ്വൽ കോർട്ടെക്സിൽ ഓരോ ഫീച്ചറുകളും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. ദർ ഇസ് എ ഫീച്ചർ മാപ്പ് ഓഫ് കളർ, വൺ ഫോർ ഷേപ്പ്, വൺ ഫോർ ഓറിയന്റേഷൻ ആൻഡ് സോ ഓൺ. ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ, പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ ഫീച്ചേഴ്സ് ആർ നോട്ട് യെറ്റ് ബൗണ്ട് ടുഗദർ എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആണ് കിടക്കുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ. അതായത് നിങ്ങളിപ്പോൾ കാറാണ് കാണുന്നതെങ്കിൽ കാറിൻ്റെ 2 ടയർ, മിറർ, ഡോറ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഫീച്ചർ മാപ്പുകളായിട്ട് അതിൻ്റെ കളറും ഷേപ്പ് ഒക്കെ ഇങ്ങനെ മാറി എന്ത് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് വിഷ്വൽ കോർട്ടെക്സിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ബട്ട് അതൊരു കാറാണെന്നുള്ള എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. അതെത്തുക അറ്റൻറ്റീവ് സ്റ്റേജ് അല്ല, ഫോക്കസ്ഡ് അറ്റൻഷൻ സ്റ്റേജിലാണ് ആ ഒരു സംഭവം നടക്കുക. ഫോക്കസ്ഡ് അറ്റൻഷൻ സ്റ്റേജിൽ എന്താണ്, ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് നമ്മൾ പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ കഴിഞ്ഞു. ഇറ്റ് ഈസ് നീഡഡ്, ഫോക്കസ്ഡ് അറ്റൻഷൻ ഈസ് നീഡഡ് ടു ബൈൻഡ് ദീസ് ഫീച്ചേഴ്സ് ടുഗദർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അത്രയും ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ ഫീച്ചർ മാപ്പുകളായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഇത് എന്താണ്, കോൺഷ്യസ് അവയർനെസ് ആവശ്യമുള്ളൊരു കാര്യമാണ്.
അപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു റെഡ് കാറാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഫോക്കസ്ഡ് അറ്റൻഷൻ സ്റ്റേജ് വേണം. ബിക്കോസ് ഇറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് യു നീഡ് എ ലിറ്റിൽ അറ്റൻഷൻ, ഫോക്കസ്ഡ് അറ്റൻഷൻ. നിങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, പ്രീ അറ്റൻറ്റീവ് സ്റ്റേജിൽ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൂടെ ബൈൻഡ് ടുഗദർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഒരുമിച്ച് ചേർക്കപ്പെടുന്നു. ഒരു ഹോൾ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, അത് ഒരുമിച്ച് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സോ ദാറ്റ് ഈസ് ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറ്റൻഷൻ്റെ മോഡൽസിൽ പ്രധാനമായിട്ടുള്ള മോഡൽസ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ കുറേ സബായിട്ടുള്ള കുറേ ഏരിയാസൊക്കെ ഉണ്ട്. ദാറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്ലാനിലേക്ക് ഒന്ന് പോവാം. സ്റ്റഡി പ്ലാൻ ഫെബ്രുവരി ആൻഡ് മാർച്ചാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഏതൊക്കെ പഠിച്ചു? അറ്റൻഷൻ പെർസെപ്ഷൻ പഠിച്ചു. ലൈക്ക് ഞാൻ കഴിഞ്ഞ 2 ലൈവ് സെഷൻസിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആദ്യത്തെ ലൈവ് സെഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അറ്റൻഷൻ പെർസെപ്ഷനും മെമ്മറി ആൻഡ് ഫോർഗെറ്റിങ്ങും ആ ഒരു ജനുവരി 10 തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ജനുവരി 10 ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്തായിരിക്കും? ഇൻ്റലിജൻസ് ആയിരിക്കും. ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് 10-ാം തീയതി ഫെബ്രുവരി 10 വരെ നിങ്ങൾ പോകേണ്ടത് സോഷ്യൽ സൈക്കോളജി ആയിരിക്കും. സോ എന്തായാലും അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അത് തീരുകയാണെന്ന് വിചാരിക്കുക, 10-ാം തീയതിന് മുന്നൊക്കെ തീരുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തതാണ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, പേഴ്സണാലിറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന, നമ്മുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മെയ് ഒക്കെ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് സിലബസ് പഠിക്കുന്ന രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് ദ ഹോൾ പ്ലാൻ ഓൾറെഡി. പിന്നെ സിലബസ് ചേഞ്ച് ഒക്കെ അഥവാ വന്നാലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിപ്പം ഓരോ മാസത്തിൻ്റെതാക്കി പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റിയിൽ ഒന്നാമത് പറയേണ്ടത്. അതായത് നമ്മളെ പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ബയോളജിക്കൽ, ജെനറ്റിക്സ് പോലെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഒന്നാമത്. പിന്നെ അപ്രോച്ചസ് ടു സ്റ്റഡി, പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചുകൾ. ഓക്കെ, സൈക്കോ അനലിറ്റിക് തിയറി ഉണ്ട്, നിയോ ഫ്രൂയിഡിയൻ കൺസെപ്റ്റുകളുണ്ട്, യുങ്ങിൻ്റെ ഒക്കെ. സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ബന്ദൂരയുണ്ട്. ട്രൈറ്റ് ആൻഡ് ടൈപ്പ് തിയറി ഉണ്ട്. ട്രൈറ്റ് തിയറി ഐസംഗൊക്കെ ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷെൽട്ടൺ, ക്രഷ്മർ, പിന്നെ ഹിപ്പോക്രാറ്റസ് ഒക്കെ എന്താണ്, ടൈപ്പ് തിയറീസ് ആണ്. ആൾസോ കോഗ്നിറ്റീവ് ആയിട്ടുള്ള തിയറീസും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് അപ്രോച്ചസ് ടു സ്റ്റഡി പേഴ്സണാലിറ്റി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതർ ടൈപ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതർ തിയറീസ് നോക്കിക്കഴിഞ്ഞാൽ റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ. ഓക്കെ, റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. പിന്നെ സെലിഗ്മാൻ്റെ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽസ്, കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ പഠിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് അതർ തിയറീസ് കൂടെ പേഴ്സണാലിറ്റി നമ്മൾ പഠിക്കണം. പിന്നെ പേഴ്സണാലിറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ ആണ്. അതിൽ ആദ്യമായിട്ട് ബേസിക് മോട്ടിവേഷണൽ കൺസെപ്റ്റുകളാണ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്, നീഡ്സ് എന്താണ്, ഡ്രൈവ് എന്താണ്, അതുപോലെ തന്നെ എറൗസൽ എന്താണ്, ഇൻസെൻറ്റീവ്സ് എന്താണ്, മോട്ടിവേഷണൽ സൈക്കിളിനെ കുറിച്ച് പറയണം, പഠിക്കണം. പിന്നെ അപ്രോച്ചസ് ടു സ്റ്റഡി മോട്ടിവേഷൻ, സൈക്കോ അനലിറ്റിക്കൽ, എത്തോളജിക്കൽ, SIR കോഗ്നിറ്റീവ്, പിന്നെ നമ്മളെ മാസ്ലോയുടെ തിയറി ഒക്കെ അടക്കമുള്ള ഹ്യൂമനിസ്റ്റിക്. ദെൻ തിയറീസ് ഓഫ് ഇമോഷൻ ആണ്, മോട്ടിവേഷൻ കഴിഞ്ഞ ഇമോഷനാണ്. ഇമോഷണലി ജെയിംസ് ലാങ് വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ടതാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പലതവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജെയിംസ് ലാങ് തിയറി, കാനൻബാഡ് തിയറി, ഷാട്ടർ സിംഗർ തിയറി, ലെസറസിൻ്റെ തിയറി, ലിൻസ്ലേയുടെ ആക്ടിവേഷൻ തിയറി. ആൻഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെസ്സിലേക്ക് വരുന്ന സമയത്ത് സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റുകൾ, മോഡൽസ്, ടൈപ്പ് ABCD പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ടൈപ്പ് ABCD ബിഹേവിയേഴ്സ് കേട്ടോ. ഓക്കെ, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള മൈൻഡ്ഫുൾനെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് വരെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അത്യാവശ്യം സംഭവങ്ങൾ ഇതിലുണ്ട്. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ ഞാനൊരു ലൈവ് കൂടെ തരും, നമ്മൾ നടത്തുന്നതായിരിക്കും. ഉടൻ തന്നെ ഒരു ലൈവ് ഉണ്ടാവും. അതിലെന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കി നിങ്ങൾ ഇൻ ബിറ്റ്വീൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോപ്പർ ഡയറക്ഷൻ ഞാൻ തരാം. സോ എന്തായാലും അവർ പ്ലാൻ ഫോർ ഫെബ്രുവരി മാർച്ച് ഇസ് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇഫ് യു ഫിനിഷ് ദിസ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, അതിൻ്റെ മുന്നേ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ നിങ്ങൾ പഠിക്കണം. ഇത്രയും സമയം തരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇതേ സമയത്ത് തന്നെ ഇതിൻ്റെ ഇടയിൽ പാരലലായിട്ട് പേപ്പർ 1 കൂടെ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പേപ്പർ 2 കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, JRF ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് നീഡ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ പേപ്പർ 1 വർക്ക്സ്, അല്ലെങ്കിൽ ഓരോ പേപ്പർ 1 ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ ലൈവിൽ നമുക്ക്
ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അറ്റൻഷനെ കുറിച്ച് പറഞ്ഞു, പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ദ ചാനൽ.